താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായ വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ജാമ്യം നൽകരുതെന്നും പ്രായപൂർത്തിയാകാത്ത കാര്യം കേസിൽ പരിഗണിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ഷഹബാസ് കൊല്ലപ്പെട്ടത്. അനഘ ഹർഷൻ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, ഈ വിഷയത്തിൽ നമ്മളുടെ മനസാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ നിയമത്തിന് മുന്നിൽ ഇവർ പ്രായപൂർത്തിയാകാത്തവരാണ്. അപ്പോൾ ഈ കേസ് എങ്ങനെ പരിഗണിക്കപ്പെടും എന്നുള്ളത് നിയമവൃത്തങ്ങൾ തന്നെ നോക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവരങ്ങൾ എന്താണ്? ഈ ഷഹബാസ് കൊലക്കേസിലെ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുക. ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ഒരു കാരണവശാലും ജാമ്യം നൽകരുത്. കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കുറ്റകൃത്യമാണ്. ഈ പ്രതികൾ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അത് വ്യക്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ അതേസമയം വിദ്യാർത്ഥികൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, പ്രായപൂർത്തിയാകാത്തതിന് പ്രായത്തിന്റെ പക്വതക്കുറവ് കൊണ്ട് ചെയ്തു പോയ തെറ്റാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ വക്കീൽ കോടതിയിൽ വാദിച്ചിരുന്നത്. എന്തായാലും ഇന്ന് ഈ പ്രതികളായിട്ടുള്ള 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടവർ ഈ വക്കീലടക്കം പറയുന്നത്. കാരണം എത്രയൊക്കെ വലിയ കുറ്റകൃത്യം ചെയ്തെങ്കിൽ പോലും അവരുടെ പ്രായപൂർത്തിയായിട്ടില്ല എന്നത് കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഷഹബാസിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ കാര്യമായിരിക്കും. കാരണം ഏറെ ആറ്റുനോറ്റ് ഉണ്ടായ ഒരു മകൻ, അത് 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ അതിദാരുണമായി ആ മകൻ കൊല്ലപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട 6 വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾ പോലും ഈ കേസിൽ അകപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും ഇന്ന് 11 മണിയോടെയായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. നിലവിൽ 6 വിദ്യാർത്ഥികളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി ഇന്ന് പരിഗണിക്കുക. ഓക്കെ, ശരിയാണ്.